കേരളത്തിൽ കണ്ണൂർ ജില്ല ക്ഷേത്ര ഐതിഹ്യങ്ങളുടെ ചരിത്രഭൂമി എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കണ്ണൂർ ജില്ലയിലെ രാജരാജേശ്വരി ക്ഷേത്രം. ദക്ഷിണ ഭാരതത്തിലെ പ്രധാന ശിവക്ഷേത്രങ്ങളിൽ രാജരാജേശ്വരി ക്ഷേത്രം വൃക്ഷമുത്തശ്ശിയും നാഗങ്ങളുടെയും ആവാസകേന്ദ്രം. വിശ്വാസ സങ്കല്പങ്ങളിലെ വ്യത്യസ്തതകളാണ് മറ്റൊരു ഐതിഹ്യം. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത സന്ദർശിച്ച ക്ഷേത്രവും എന്ന പ്രത്യേകതയുണ്ട്. രാജരാജേശ്വര ക്ഷേത്രം, ഈ ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് ആനയെ അടക്കിയിരുത്തിയത് ജയലളിത ആണ്, തമിഴ്നാട് മുഖ്യമന്ത്രി. അത്രയും പ്രശസ്തമായ ഒരു ചോളരാജാക്കന്മാരുടെ കീഴ്താഴിയിലുള്ള ഈ ക്ഷേത്രം മഹാപ്രസിദ്ധമാണ്. ഭഗവാൻ അത്താഴപൂജയ്ക്ക് ശേഷം ഉറങ്ങിയതിന് ശേഷം മാത്രമാണ് സ്ത്രീകൾക്കുള്ളിൽ പ്രവേശം. അതിനും ചില ഐതിഹ്യങ്ങളുണ്ട്. പ്രദക്ഷിണ വഴിയിൽ പടിഞ്ഞാറ് ഭാഗത്ത് കാടുപിടിച്ച് കിടക്കുന്ന ഗോപുരം എപ്പോഴും അടഞ്ഞു കിടക്കുന്നു. ഭഗവാനെ തേടിയെത്തിയ സ്ത്രീ ദേവിയെ അവിടെ ഭഗവാൻ വിലക്കുകയും ഞാൻ ഉറങ്ങിയതിന് ശേഷം പ്രവേശനം കൽപ്പിക്കുകയും ചെയ്തതിൻ്റെ ഐതിഹ്യമാണ് സ്ത്രീകൾക്ക് അത്താഴപൂജയ്ക്ക് ശേഷം ശ്രീകോവിൽ പ്രവേശനം. ഭഗവാൻ ദേവിയെ വിവാഹം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വരം ദേവി ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ദേവിയെ പടിഞ്ഞാറേ നടയിൽ ഇപ്പോഴും വിലക്കിയിരിക്കുന്നത് എന്നതും പൗരാണിക സത്യത്തിൻ്റെ വിലകൽപ്പനയാണ്. ഇപ്പോഴും പടിഞ്ഞാറേ നട അടച്ചിട്ടിരിക്കുന്നതും ദേവി അവിടെ ഇരിക്കുന്നതായി സങ്കല്പിച്ചിരിക്കുന്നത്. ഇന്ന് നാട്ടുരാജ്യത്തിനൊപ്പം ക്ഷേത്ര ദർശനത്തിന് എത്തിയ കടത്തനാട്ട് രാജവംശ കുടുംബം അനിൽ വർമ്മയാണ്. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് രാജരാജേശ്വരി ക്ഷേത്രം അല്ലേ, ക്ഷേത്രത്തിലാണ്. രാജരാജേശ്വര ക്ഷേത്രം കണ്ണൂരിൻ്റെ ഏറ്റവും ഐതിഹ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഈ ക്ഷേത്രമാണ്. ഇന്ന് നമ്മളോടൊപ്പം ഭാഗ്യവശാൽ കണ്ടുമുട്ടിയത് അനിൽ വർമ്മ, കടത്തനാട്ട് കുടുംബം. ചരിത്രത്തിൻ്റെ, കേരളത്തിൻ്റെ ഇതിഹാസ ചരിത്രങ്ങളിലെ ഏറ്റവും പ്രശസ്ത താളുകളിലായ ആ കുടുംബത്തിലെ അനിൽ വർമ്മയാണ്. എന്നാലും അനിൽ വർമ്മ ആദ്യമായിട്ടായിരിക്കും ഇവിടെ. എന്നാലും ക്ഷേത്രങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞാൽ മതി. കേരളത്തിൻ്റെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് വടകര ലോകനാർക്കാവ് ക്ഷേത്രം, അതെൻ്റെ അച്ഛൻ്റെ പരമ്പര, അവരാണ് അത് ഉണ്ടാക്കിയതും അതിനെല്ലാം ചെയ്തു കൊടുത്തത്. ലോകനാർക്കാവ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ ഉദയനൻ, അച്ചോളി ഉദയനൻ, ആളെ എവിടെ പടയ്ക്ക് പോകുന്നുണ്ടെങ്കിലും രാവിലെ അവിടെ വന്നിട്ട് അമ്മയെ ദർശിച്ച് മാത്രമേ പടയ്ക്ക് പോകാറുള്ളൂ. ലോകനാർക്കാവ് ക്ഷേത്രം, ലോകനാർക്കാവ് വടകരയിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. 2000 വർഷം പഴക്കമുള്ള ദേവീക്ഷേത്രമാണ് ലോകനാർക്കാവ് ക്ഷേത്രം. എൻ്റെ രാജകുടുംബം കുറ്റിപ്പുറം. അച്ഛൻ്റെ അച്ഛൻ വടകര കോഴിക്കോട് പഠിച്ച രാജാവായിരുന്നു, ശങ്കരവർമ്മ വലിയ രാജ കടത്തനാട്. എനിക്ക് കൊട്ടിയൂർ പോകാനും അവിടെ പോയി ദർശനം കിട്ടി. അതിനുശേഷം കൊട്ടിയൂർ ഈ പ്രാവശ്യം ഒരുപാട് ജനമുണ്ട്. ഒരുപാട് ചെന്നാൽ പോയിട്ടാ കാണാത്ത ജനമുണ്ട്. അത്രയും ഇതുണ്ടായിട്ടും അവിടെ എത്രയോ ആൾ ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നു, പറശ്ശിനിക്കടവിൽ വന്നു. അവിടെയും നല്ല തിരക്കായിരുന്നു. എന്തായാലും അവിടെ വെള്ളാട്ട് കാണാൻ സാധിച്ചു. തിരുവപ്പനെ രാവിലെ കണ്ടു, ദർശിച്ചു. അപ്പോഴാണ് എനിക്ക് രാജരാജ ക്ഷേത്രം കാണുന്നൊരു ആഗ്രഹം വന്നത്. ഇവിടെ പണ്ട് ജയലളിത വന്നിട്ട് ഒരു കിരീടം കൊടുത്തിട്ടുണ്ട്. ഇവിടെ കിരീടം ആനയും നടക്കിയിരുത്തി, അല്ലാതെ ഒരു കിരീടയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ദർശന ഭാഗ്യമായിട്ട് വന്നതാണ്. അതുകൊണ്ട് വലിയ ഭാഗ്യം. മാന്യപ്രേക്ഷകരെ, ഹൈന്ദവ സമൂഹത്തെ ഛിന്നഭിന്നമാക്കാൻ ശ്രമിക്കുന്നവരുടെ ഈ ലോകത്ത് ഇപ്പോൾ എന്തോ ഒരു ഭാഗ്യം, നമ്മൾ ഹൈന്ദവരെല്ലാം ക്ഷേത്രവിശ്വാസങ്ങളിൽ കൂടി ഒന്നിച്ച് മഹാ അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എന്നാലേ ഈ പ്രകൃതി നിലനിൽക്കുകയുള്ളൂ, ജനവാസവും ജനങ്ങളും സമാധാനമായി ഒരു ജീവിതം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യ സംഭവത്തിലേക്കാണ് ഈ പുണ്യദിനങ്ങൾ കടന്നു പോകുന്നത്. രാഷ്ട്രീയ മാറ്റത്തിൻ്റെ വ്യത്യാസം അഭിനയിച്ചിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസ് സിനിമയിലും കൂടി അഭിനയിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്.
ഞാനും വൈഫ് സിനിമ 10-40 സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അവൾ ഡയറക്ടറാണ്. പേര് കൂടെ ബിന്ദു വർമ്മ. എൻ്റെ പേര് ബിന്ദു വർമ്മ, ഡയറക്ടർ, സിനിമ ഡയറക്ടർ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ. എൻ്റെ പേര് അനിൽ വർമ്മ. അനിൽ വർമ്മ. ഞാനിപ്പോൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അല്ലാതെ കോർഡിനേഷൻ ചെയ്യുന്നുണ്ട് സിനിമയുടെ. വൈഫും ഉണ്ട്. ഞങ്ങൾ പുതിയ സിനിമ എടുക്കാൻ പോകുന്നുണ്ട്. അത് ദേവി അനുഗ്രഹിക്കട്ടെ. കണ്ടുമുട്ടിയതിൽ നാട്ടുരാജ്യം വളരെ അഭിമാനം. നാട്ടുരാജ്യത്തിന് പേര് കൊടുത്തത് അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് നാട്ടിൽ സന്തോഷമായി. അറിയപ്പെട്ടാത്ത രാജകുടുംബത്തിലെ ആൾക്കാർ ഇങ്ങനെ ഇത് കണ്ടത് വലിയ ഭാഗ്യം. അത് ഞാനത് യൂട്യൂബിൽ കാണാം. ഓക്കെ. ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തിൽ തകർക്കപ്പെട്ട കോട്ടകൾ ഇന്നും യാതൊരു കേടുപാടുകളും ഇല്ലാതെ നിലനിൽക്കുന്നു. ടിപ്പുവിൻ്റെ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്നതിന് ക്ഷേത്രത്തിനു ചുറ്റും വളരെ ആഴമേറിയ കുളങ്ങളും ഇപ്പോഴും കാണാം. ഉരുക്കിന് സമാനമായ വെട്ടുകല്ലാണ് ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത. അങ്ങനെ ഭൂമിശാസ്ത്രപരമായ ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം കണ്ട് ടിപ്പു സുൽത്താൻ പരാജയപ്പെട്ടതായിട്ടാണ് ചരിത്രരേഖകൾ. മഹാശിവക്ഷേത്രങ്ങളിൽ കണ്ടുവരാറുള്ള ശംഖുവിളിയില്ല, ശംഖുമാലയില്ല, തുളസിമാലയില്ല, കൊടിമരമില്ല. പൂജാതി കർമ്മങ്ങളുടെ പ്രധാന ദിവസം ബുധനാഴ്ചയാണ്. നെയ്യമൃതൊഴിച്ചും പൊന്നും കുടം വെച്ചും പ്രാർത്ഥിച്ചാൽ മാംഗല്യഭാഗ്യം, സകല കഷ്ടകാലങ്ങളിൽ നിന്നും മോചനവും ഉണ്ടാകുമെന്നാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തിൻ്റെ വിശ്വാസ സങ്കല്പങ്ങളിൽ ശാസ്ത്രം വരെ പരാജയപ്പെട്ട ഒരു കാര്യമാണ്. കൊട്ടിയൂർ ഉത്സവത്തിൽ അവിടുത്തെ അടുപ്പിൽ ഉണ്ടാകുന്ന ചാരം ഈ രാജരാജേശ്വരി ക്ഷേത്രത്തിൻ്റെ നിവേദ്യമുണ്ടാക്കുന്ന അടുപ്പിലാണ് കാണപ്പെടുന്നുള്ള സത്യവും കൂടി ഭാരതീയ ക്ഷേത്ര സങ്കല്പ വിശ്വാസങ്ങളിൽ ആധുനിക ശാസ്ത്രവും കൂടി പരാജയപ്പെട്ടു നിലനിൽക്കുന്നു എന്നുള്ള വാസ്തവവും കൂടി ഇവിടെ യാഥാർത്ഥ്യമാണ്. ക്ഷേത്രവിശേഷങ്ങളിൽ അടുത്ത എപ്പിസോഡിൽ കാണുക. ഉളികൊണ്ട് താങ്ങി നിർത്തിയിരിക്കുന്ന ക്ഷേത്രം. നാട്ടുരാജ്യ ന്യൂസ് ക്ഷേത്രവിശേഷങ്ങൾ. റിപ്പോർട്ടിംഗ് KK വിജയൻ, തൊടുപുഴ.